ഹേ ഗൈസ്, ഇന്നെൻ്റെ ചെറിയൊരു വാട്ട് എയ്റ്റിൻ്റെ ഡേ കണ്ടാലോ. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പനിയും ജലദോഷവും ഒക്കെ ഉണ്ട്. എന്നാലും ഒരു യൂട്യൂബർ ആയതുകൊണ്ട് എന്ത് സഹിച്ചല്ലേ പറ്റൂ. പിന്നെ തീറ്റയ്ക്ക് ഞാൻ ഒരു കുറവും വയ്ക്കാറില്ല. നിങ്ങളീ കേട്ടത് കോളിംഗ് ബെല്ലല്ല, ഞാൻ തുമ്മിയതാണ്. പിന്നെ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പവും കടലക്കറിയായിരുന്നു. പിന്നെ തപ്പിയപ്പോഴാണ് ഈ സ്വീറ്റ് ഇരിക്കുന്നത് കണ്ടത്. ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ ഫുഡൊക്കെ സേഫായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ എടുത്ത് കഴിച്ചേനെ. പിന്നെ ഉച്ചക്കത്തേക്ക് മുമ്പുള്ള സപ്ലിമെന്റ്സ് ഒക്കെ ഞാൻ തുടങ്ങി. പഠിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കയ്യിൽ കരുതണമല്ലോ. ഇനി എക്സാമിന് 3 ദിവസമേ ഉള്ളൂ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇരിക്കുന്നത്. എന്നാലും സന്തോഷത്തിന് തീറ്റയ്ക്ക് ഒരു കുറവും ഞാൻ വയ്ക്കാറില്ല. പിന്നെ നേരെ ഞാൻ ഞം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇന്ന് ചോറും പേരറിയാത്ത കറിയും തോരനും പപ്പടവും പിന്നെ പൊരിച്ച മീനും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ച് ഫുഡ് കഴിച്ചാൽ ഞാൻ തീറ്റയ്ക്കൊരു കുറവുമില്ല. ഞാൻ ചേച്ചിയോട് ചോദിച്ച് ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടായിരുന്നു. അവൾ പറഞ്ഞു മാവ് കൊണ്ടെടുത്ത് തിന്നോളാൻ. പിന്നെ ഞാൻ പോയി തപ്പി നോക്കിയപ്പോഴത്തേക്ക് ചക്കയപ്പം ഇരിക്കുന്നത് കണ്ട് അതും കൂടെ എടുത്ത് തിന്നാന്ന് വിചാരിച്ച് തുറന്നപ്പോൾ തന്നെ നല്ല മുതുക്ക് പീസ് എടുത്തോണ്ട് തന്നെ ചേച്ചി അങ്ങ് പോയി. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്നും പറയാൻ നിന്നില്ല, ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ അമ്മേരെ ഓഫീസിലുള്ള ഒരു ആൻറ്റി എന്തുണ്ടാക്കിയാലും നമുക്ക് കൊടുത്തുവിടും. അപ്പോൾ ഇന്ന് ഇലയപ്പായിരുന്നു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കോവിലെ പ്രസാദമാണ്, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മ ഇന്ന് കൊണ്ടുവന്നത് മീറ്റ് റോൾ സമൂസയൊക്കെ ആയിരുന്നു. മീറ്റ് റോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ്. അമ്മ ചിക്കൻ മീറ്റ് റോളാണ് വാങ്ങിച്ചത്, പക്ഷെ അതിനകത്ത് ചിക്കനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ കടിച്ചു നോക്കി, ഒരു പീസ് പോലും എനിക്ക് കിട്ടിയില്ല. പിന്നെ ആ സങ്കടത്തിൽ ഞാൻ മൊത്തം മീറ്റ് റോളും കഴിച്ചു തീർത്ത്. പിന്നെ കൂടെ ചായ ഉണ്ടായിരുന്നു, അങ്ങനെ അതും കുടിച്ച്. പിന്നെ ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് പൂരി മുട്ടക്കറിയായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തുള്ള ദേഷ്യം ഞാൻ ഇതിൻ്റെ അടുത്താണ് തീർത്തത്. കുറച്ച് പൂരി മുട്ടക്കറി എടുത്ത് അങ്ങനെ അതും കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.